ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ഈ ആരാധനയുടെ വേളയ്ക്കായി നമ്മുടെ ദൈവത്തെ നമുക്ക് നന്ദിയോടെ മഹത്വപ്പെടുത്താം. വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടതായൊരു ദിവസം കർത്താവ് നമുക്ക് ദാനമായി തരികയും ഈ വേളയിൽ നമ്മുടെ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുവാനായി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ കടന്നു വരുവാൻ നമുക്ക് കൃപ നൽകുകയും ചെയ്തവനായ ദൈവത്തെ നന്ദിയോടെ നമുക്ക് സ്തുതിക്കാം. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടി അവന് സേവ ചെയ്യുക എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുവല്ലോ. ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നവരായതുകൊണ്ട് നന്ദിയുള്ളവരായിരിക്കണം ദൈവത്തോട് എന്നും ദൈവത്തിന് പ്രസാദം വരുന്ന രീതിയിൽ, കർത്താവ് നമ്മിൽ പ്രസാദിക്കുന്ന രീതിയിൽ ഭക്തിയോടും ഭയത്തോടും കൂടെ ദൈവത്തെ നാം സേവിക്കുന്നവരുമായിരിക്കണമെന്ന് ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന നമ്മിൽ ചിലർ ഒഴികെ, വിരലിലെണ്ണാവുന്ന ചിലർ ഒഴികെ ബാക്കി എല്ലാവരും തന്നെ ഇവിടുത്തെ ധ്യാനങ്ങളിൽ പങ്കെടുത്ത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ടവരാണ്. നമ്മുടെ കർത്താവിനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നവരുമാണ്. നാം ദൈവത്തിൻ്റെ കൃപയെ പ്രാപിച്ചവരാണ്. കർത്താവ് തൻ്റെ കൃപ നമുക്ക് നൽകി. അത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഇളകാത്തൊരു രാജ്യത്തിന് നാം അവകാശികളായി മാറുവാൻ നമുക്കായി ശാശ്വതമായൊരു ഭവനമുണ്ട്. നാം എത്തിച്ചേരുവാനായി കർത്താവ് കാത്തിരിക്കുന്ന ഒരു രാജ്യം നമുക്കായി നൽകിയിട്ടുണ്ട്. ആ രാജ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടിയാണ് നാം ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയ്ക്കപ്പെട്ടത്. പ്രിയമുള്ളവരെ, നമുക്ക് ഉറപ്പുണ്ട്. രക്ഷിക്കപ്പെട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെട്ട് കർത്താവിനെ ഭയന്ന് ജീവിക്കുന്ന, ദൈവത്തെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്യുന്നവരായ നമുക്ക് ആ രാജ്യം ഉറപ്പാണ്. ആ രാജ്യത്തിൽ ചെന്ന് ചേരുവോളം നാം വിശുദ്ധിയോടുകൂടെ ആയിരിക്കണം. മാത്രമല്ല, ഈ രാജ്യം നമുക്ക് അനുവദിച്ച, അതിനായി തൻ്റെ രക്തം ചിന്തി നമ്മെ വീണ്ടെടുത്ത, തൻ്റെ ആത്മാവിനാൽ നിറച്ച് നമ്മെ ദൈവ മക്കളാക്കി മാറ്റിയ കർത്താവിനോട് നന്ദിയുള്ളവരായിരിക്കണം. ആ ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും സേവിക്കുന്നവരായിരിക്കണം. എന്താണ് സേവിക്കുന്നത്? ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നത് മുതൽ സുവിശേഷം അറിയിക്കുന്നതും കർത്താവിൻ്റെ നാമമഹത്വത്തിനായി ചെയ്യുന്ന ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളും ദൈവത്തെ സേവിക്കുന്നതാണ്. അതെ, ഇന്ന് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച ഓരോ സഹോദരി സഹോദരന്മാരും ഓർക്കണം, ഇതിന് നാം ദൈവത്തോട് നന്ദിയുള്ളവരായിരുന്ന് ദൈവത്തെ ആരാധിക്കുകയും ദൈവരാജ്യ മഹത്വത്തിനായി നമ്മെക്കൊണ്ട് കഴിയുന്ന ഓരോ കാര്യങ്ങളും ചെയ്യുന്നവരുമായിരിക്കണം. അതിനായി നമ്മെ തന്നെ ദൈവത്തിൻ്റെ തൃക്കരങ്ങളിൽ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്താം. Praise the Lord. Glory to God. നന്ദിയോട് ഞങ്ങളങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. പിതാവേ, അവിടുത്തെ തിരുസന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുന്ന ഈ വേളയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. പിതാവേ, നന്ദിയോട് ഞങ്ങളങ്ങ് മഹത്വപ്പെടുത്തുന്നു. പിതാവേ, അവിടുത്തെ രക്തം ചിന്തി ഞങ്ങളെ വീണ്ടെടുത്ത കൃപയ്ക്കായി നന്ദിയോട് സ്തുതിക്കുന്നു, നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഗ്ലോറി ടു മാഷ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അവിടുത്തെ ആത്മാവിനാൽ മുദ്രയിട്ട് ഞങ്ങൾ
ഞങ്ങളെ ദൈവത്തിനുള്ളവരായി വേർതിരിച്ചിരിക്കുന്ന കർത്താവിൻ്റെ മഹാദയക്കായി നന്ദിയോട് സ്തോത്രം സ്തുതി അർപ്പിക്കുന്നു. ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇളകാത്ത രാജ്യത്തിന് അവകാശികളായി ഞങ്ങളെയും അവിടുന്ന് തിരഞ്ഞെടുത്തതോർത്ത്, അതിനായി അവിടുത്തെ ആത്മാവിനാൽ മുദ്രയിട്ട് വേർതിരിച്ചിരിക്കുന്നതോർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. കർത്താവേ, ഗ്ലോറി ടു ഗോഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ രാജ്യത്തിന് ഞങ്ങളെയും അവകാശികളാക്കി മാറ്റി തീർത്തതോർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു. പിതാവേ, സകല ആത്മീയ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളെ യോഗ്യരാക്കി മാറ്റിയതോർത്ത് നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
to Master. Glory to Master. Glory to Jesus Christ. Hallelujah. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു മാസ്റ്റർ. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ചൊന്ന് മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വാഴ്ചൊന്ന് കർത്താവേ, വാഴ്ചൊന്ന് പിതാവേ. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. ഗ്ലോറി ടു മാസ്റ്റർ. ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോട് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഗ്ലോറി ടു ജീസസ് ക്രൈസ്റ്റ്. ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഗ്ലോറി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം, മടുത്തു പോകാതെ പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, യോനിക്കു സൗഖ്യം. നീതിമാന്റെ പ്രാർത്ഥന, ശ്രദ്ധയുള്ള പ്രാർത്ഥന ഫലിക്കും, യോനിക്കു സൗഖ്യം. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. യാചിപ്പിൻ എന്നാൽ ലഭിക്കും, അന്വേഷിപ്പിൻ കണ്ടെത്തും. മുട്ടുവിൻ തുറക്കും, സ്വർഗ്ഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. മുട്ടുവിൻ തുറക്കും, സ്വർഗ്ഗത്തിൻ കലവറ പ്രാപിക്കാം എത്രയോ നന്മകൾ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. പ്രാർത്ഥിക്കാം, ആത്മാവിൽ ആരാധിക്കാം കർത്താവേ, നല്ലവൻ അവൻ നല്ലവൻ. വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം, വിടുതൽ ഇന്നു പ്രാപിക്കാം. Glory to God, glory to God, glory to Master, hallelujah, glory to Master. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു, വാഴ്ചന്ന് മഹത്വപ്പെടുത്തുന്നു. നന്ദിയോട് ഞങ്ങളങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. അല്പനേരം കൂടെ തിരുസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് ഇടപെടുമാറാകണമേ. ഓരോ ഹൃദയങ്ങളെയും രൂപാന്തരപ്പെടുത്തുമാറാകണമേ. ഓരോ ഹൃദയങ്ങളോടും സംസാരിക്കുമാറാകണമേ. ദൈവത്തിന്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തി പ്രവർത്തിക്കുമാറാകണമേ. ഞങ്ങളുടെ കർത്താവിന് പ്രസാദം വരുത്തുന്ന
ഞങ്ങളുടെ ദൈവത്തെ ഭയത്തോടും ഭക്തിയോടും സേവിക്കുന്നവരായി നിലനിൽക്കുവാൻ കർത്താവിന്റെ ശക്തി ഞങ്ങളെ പിന്നെയും പ്രാപ്തരാക്കുമാറാകണമേ. ഗ്ലോറി ടു മാസ്റ്റർ, ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്, ഹല്ലേലൂയ. നന്ദിയോട് ഞങ്ങൾ അങ്ങ് വാഴ്ത്തുന്നു, സ്തുതിക്കുന്ന, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ രക്തത്താൽ വീണ്ടെടുത്ത് അവിടുത്തെ ആത്മാവിനാൽ മുദ്രകിട്ട് ഇളകാത്ത രാജ്യത്തിന് അവകാശികളാക്കി നിലനിർത്തുന്ന ദൈവത്തിന്റെ മഹാകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളേവരെയും താഴ്ച അവിടുത്തെ പാദത്തിൽ സമർപ്പിക്കുന്നു. എല്ലാ മഹത്വവും ഞങ്ങളുടെ കർത്താവിന് മാത്രം അർപ്പിക്കുന്നു, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 32-ാമത്തെ വാക്യം. മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. ഇത് കർത്താവായ യേശു പറയുന്നതാണ്. മനുഷ്യരുടെ മുമ്പാകെ, മറ്റുള്ളവരുടെ ഇടയിൽ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. എന്നാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും തള്ളിപ്പറയും. മനുഷ്യരുടെ മുമ്പാകെ എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പാകെ ഞാനും ഏറ്റുപറയും. എന്നെ ഏറ്റുപറയുന്നവനെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. എന്നെ സ്വീകരിക്കുന്നവനെ, എൻ്റെ വചനം തള്ളിക്കളയാതെ കാണപ്പെടുന്നവനെ, എൻ്റെ ഉപദേശപ്രകാരം ജീവിക്കുന്നവനെ, എൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നവനാരാണോ അവരെയൊക്കെ ഞാൻ ഒരു ദിവസം എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും അവരെ ഏറ്റുപറയും. ഇവരെൻ്റെ മക്കളാണ്, ഇവരെന്നാൽ രക്ഷിക്കപ്പെട്ടവരാണ്, ഇവരെന്നാൽ അഭിഷേകം പ്രാപിച്ചവരാണ്, ഇവരെൻ്റെ വചനം അതേപടി പാലിക്കുന്നവരാണ്, ദൈവഭയത്തോട് കാണപ്പെടുന്നവരാണ്, ഇവർ ദൈവത്തിൻ്റെ കൂട്ടായ്മയിൽ കാണപ്പെടുന്നവരാണ്, ഇവർ ഒരിക്കലും എന്നെ തള്ളിപ്പറയാത്തവരാണ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു ദിവസം ഹാജരാകുമ്പോൾ ഞാൻ ഇവരെക്കുറിച്ച് ഇവരാണ് എൻ്റെ മക്കൾ എന്ന് ഞാൻ ഏറ്റുപറയും. അതേസമയം എന്നാൽ മനുഷ്യരുടെ മുമ്പാകെ എന്നെ തള്ളിപ്പറയുന്നവനെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. ഞാനും നിന്നെ തള്ളിപ്പറയും. നീ എൻ്റെ പക്കൽ നിന്നും രക്ഷയും അഭിഷേകവും കൃപകളും വരങ്ങളും ലോകപ്രകാരമായ നേട്ടങ്ങളും നന്മകളും സ്വർഗത്തിൽ പോകാനുള്ള വഴിയും ദൈവത്തിൻ്റെ പുസ്തകത്തിൽ നിൻ്റെ പേരും ഒക്കെ എഴുതപ്പെട്ട് നീ ഭാഗ്യവാനായി മാറിയതിന് ശേഷം കേവലം ലോകപ്രകാരമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നെ നീ തള്ളിപ്പറഞ്ഞാൽ ഞാനും നിന്നെ തള്ളിപ്പറയും. നിന്നെ അറിയില്ല എന്ന് പറയും.
നിന്നെക്കുറിച്ച് എനിക്കൊരു വിവരവുമില്ല, ഞാൻ നിന്നെ തള്ളിപ്പറയും. നീ ഏറ്റുപറഞ്ഞാൽ, നീ എന്നെ ഏറ്റുപറഞ്ഞാൽ ഞാനും നിന്നെ ഏറ്റുപറയും. നീ എന്നെ തള്ളിപ്പറഞ്ഞാൽ ഞാനും നിന്നെ തള്ളിപ്പറയും. ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിച്ചതിന് ശേഷം, ദൈവത്തിൻ്റെ രക്ഷയും അഭിഷേകവും കൃപകളും ഒക്കെ പ്രാപിച്ച് എല്ലാ നേട്ടങ്ങളും ജീവിതത്തിൽ നിനക്ക് ലൗകികമായി ആവശ്യമായ, ലോകപ്രകാരമായി ആവശ്യമായ നിൻ്റെ എല്ലാ കാര്യങ്ങളും, നിൻ്റെ മക്കളുടെ കല്യാണങ്ങളും പഠിപ്പും അവരുടെ ഉദ്യോഗവും എല്ലാ കാര്യവും, നിനക്ക് വള്ളവും വലയും മീനും ഒക്കെ നിനക്ക് കിട്ടിയതിന് ശേഷം നീ യേശുവിനെ തള്ളിപ്പറയുന്നവനാണ്. കാരണം നന്ദിയില്ലാത്തവനാണ്. നീ പറയണം, യേശു എനിക്ക് രക്ഷ നൽകി. ഞാൻ രക്ഷ എന്താണെന്ന് അറിയാതിരുന്ന എനിക്ക് ഇടപ്പാടിൽ പോയപ്പോൾ ആ രക്ഷ കിട്ടി. ആ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്താണെന്ന് അറിയാതിരുന്ന കാലത്ത് ഞാൻ ഇടപ്പാട് പോയപ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കിട്ടി. ലൗകികമായ അങ്ങേയറ്റം വളരെ ദാരിദ്ര്യത്തിൽ കാണപ്പെട്ട എനിക്ക് വീട് കിട്ടി, ബോട്ട് കിട്ടി, വള്ളം കിട്ടി, മക്കളുടെ പഠിപ്പുകൾ നന്നായി വന്നു, അവരെല്ലാം ജയിച്ചു, അവർക്ക് ജോലിയും കിട്ടി, നല്ല സ്ഥലങ്ങളിൽ അവർക്ക് വിവാഹവും നടന്നു. ഇപ്പോൾ നല്ല രീതിയിൽ അവർ കാണപ്പെടുന്നു. ഇന്നവർ നല്ല രീതിയിൽ അവർ കാണപ്പെടുന്നു. കർത്താവേ, നിനക്ക് നന്ദി. യേശുവേ, ഇത് ഞാൻ മറക്കുകയില്ല. ജീവനുള്ള കാലത്തോളം ഇത് ഞാൻ മറക്കുകയില്ല എന്ന് നീ യേശുവിൻ്റെ അടുത്ത് കിട്ടിയ ഉപകാരങ്ങൾക്ക് നീ നന്ദി പറയണം. ആ നന്ദി പറയലില്ലാതെ, നീ ആരോടും മിണ്ടാതെ, രക്ഷിക്കപ്പെട്ടത് എവിടെയാണെന്ന് പറയാതെ, അഭിഷേകം എനിക്ക് കിട്ടി എന്ന് പറയാതെ, ദൈവകൃപയാൽ ദൈവം എനിക്ക് ധാരാളം കാര്യങ്ങൾ സാധിച്ചു തന്നു എന്നുള്ളത് നീ വെളിപ്പെടുത്താതെ, നിൻ്റെ വലിയ വലിയ രോഗങ്ങൾ, മാരകമായ രോഗങ്ങൾ, ക്യാൻസർ പോലുള്ള രോഗങ്ങൾ തീർന്നിട്ടും ദൈവത്തിന് നന്ദി പറയാതെ നീ കാണപ്പെടുമ്പോൾ ദൈവം നിന്നെ തള്ളിപ്പറയും. നീ നന്ദിയില്ലാത്തവനാണ്. നിന്നെ ദൈവം തള്ളിക്കളയും. ദൈവം തള്ളിക്കളഞ്ഞാൽ നീ എന്തു ചെയ്യും? നിൻ്റെ പാട് വെള്ളത്തിലാണ്. ദൈവം നിന്നെ തള്ളിക്കളയും. നീ ദൈവത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞില്ല എങ്കിൽ, ദൈവം ചെയ്ത നന്മകളെക്കുറിച്ച് മറ്റുള്ളവരോട് പ്രഖ്യാപിക്കുന്നില്ല എങ്കിൽ, ദൈവം നിന്നെ എടുത്ത് തള്ളിക്കളയും. എന്നെ നീ ഏറ്റുപറഞ്ഞാൽ ഞാനും ഏറ്റുപറയും നിന്നെക്കുറിച്ച് സ്വർഗത്തിൽ, എൻ്റെ പിതാവിൻ്റെ അടുക്കൽ. അതേസമയം നീ തള്ളിപ്പറഞ്ഞാൽ, ഈ തള്ളിപ്പറയുന്നത് എന്താണ്? നന്ദിയില്ലാതെ പോകുന്നത്. ഓരോ നന്മയായ കാര്യങ്ങൾ ദൈവം ചെയ്തു തരുമ്പോഴും ദൈവത്തിന് നന്ദി പറയണം. നിനക്കായി പ്രാർത്ഥിച്ചവരോട് നന്ദി പറയണം. ഇതുപോലുള്ള കാര്യങ്ങളിൽ ദൈവത്തെ നീ നിഷേധിക്കുമ്പോൾ കർത്താവ് പറയുന്നു, എന്നെ തള്ളിപ്പറഞ്ഞു. നീ എന്നെ തള്ളിപ്പറഞ്ഞു. നീ എനിക്ക് നന്ദി പറഞ്ഞില്ല. എനിക്ക് നീ നന്ദി പറയാത്ത കാരണത്താൽ, എന്നോട് നിനക്ക് ഒട്ടും സ്നേഹമില്ലാത്ത കാരണത്താൽ ഞാൻ നിന്നെ തള്ളിപ്പറയും. കർത്താവ് ചെയ്ത നൽകിയ രക്ഷയും അഭിഷേകവും ദൈവകൃപകൾക്കും നന്മയായ ധാരാളം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം ചെയ്തു തന്നതിനായി നീ ദൈവത്തിന് നന്ദി പറയണം. ഇല്ല എങ്കിൽ ദൈവം നിന്നെ തള്ളിക്കളയും. കാര്യങ്ങൾ നടന്നതിന് ശേഷം, എല്ലാ കാര്യവും നടന്നു, ധ്യാനത്തിലിരുന്നു, രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവ് കിട്ടി, എല്ലാം കിട്ടി, പ്രാർത്ഥിച്ച കാര്യങ്ങൾ നടന്നു, രോഗം തീർന്നു, കടം തീർന്നു, പ്രശ്നങ്ങളില്ല, വരുമാനമുണ്ടായി, പണം കൂടുതൽ കിട്ടാൻ തുടങ്ങി. ഒക്കെ കെട്ടുമ്പോൾ എന്താകും ഗതി? താമസിച്ച് വരും പ്രാർത്ഥനയ്ക്ക്. ലേറ്റ് അറൈവൽ, താമസിച്ച് വരുന്ന
ഒരു ദുഷ്ടമായ രീതിയാണിത്. ഇത് കർത്താവിന് വെറുപ്പുണ്ടാക്കുന്നു. നിന്നെ തള്ളിപ്പറയും, സ്വർഗത്തിൽ പറയും ഒരു ദിവസം. വിശുദ്ധ തൻ്റെ പിതാവിനോട് പറയുമെന്ന് ഇവിടെ യേശു പറയുന്നു. ഇവന് ഞാൻ എല്ലാം നൽകി, എല്ലാം കിട്ടിയതിന് ശേഷം ഇവൻ എന്നെ തള്ളിക്കളഞ്ഞു. ഇപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ഒരു പേരിന് വേണ്ടി പ്രാർത്ഥനയ്ക്ക് വരുന്നവനാണിവൻ, വരുന്നവളാണിവൾ. ഇവൾ കാര്യങ്ങൾ നടക്കാൻ വേണ്ടി വരുന്നവളാണ്. എന്നോടുള്ള സ്നേഹമോ നന്ദിയോ കൊണ്ട് വരുന്നവളല്ല എന്ന് നിന്നെക്കുറിച്ച് യേശു തൻ്റെ പിതാവിനോട് സാക്ഷ്യം പറയുന്ന ഒരു ദിവസം വരും. രണ്ടാമത്, നീ കാണിക്കുന്ന പ്രവൃത്തി എന്താണ്? ഡ്രസ് ചേഞ്ച്. നിൻ്റെ വസ്ത്രങ്ങൾ മാറ്റി കൊടുക്കുക. വേറെ 2 ദിവസമാണ് വെള്ളയും വെള്ളയും. അതിനും മനസ്സില്ലാതെ അത് ഉടുക്കുന്നവരുണ്ട്. മറ്റുള്ളവർ എന്തെങ്കിലും വിചാരിച്ചാലോ എന്ന് ഭയന്ന്. ഇവരെയൊക്കെ ഇതൊക്കെ വിടുതൽ കിട്ടിയതിന് ശേഷം കാണിക്കുന്ന നിൻ്റെ ലക്ഷണങ്ങളാണ്. ഈ ലക്ഷണങ്ങളാൽ നീ തള്ളിപ്പറയും. ദൈവം നിന്നെ തള്ളിപ്പറയും, നിന്നെ തള്ളിക്കളയും. ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കും. എന്നാൽ 10 പൈസ കൂടുതൽ കിട്ടിയാൽ, ബോട്ടിൽ 10 മീൻ കൂടുതൽ കിട്ടിയാൽ, നിൻ്റെ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞാൽ, നിൻ്റെ മക്കളുടെ ആവശ്യങ്ങളൊക്കെ നടന്നു കഴിഞ്ഞാൽ, ഇനി പ്രശ്നമില്ല എന്ന് കാണുമ്പോൾ എന്ത് നടക്കും? വരാത്ത നീ ഇവിടെ വരാൻ തുടങ്ങും. കാലാകാലങ്ങളായി വരാതിരുന്ന നീ ഇവിടെ വരാൻ തുടങ്ങും. എങ്ങനെ വരാൻ തുടങ്ങും? പ്രാർത്ഥനയില്ല, ബൈബിൾ വായനയില്ല, വെറുതെ കാര്യം നടക്കാൻ വേണ്ടി വരുന്ന ആളായിട്ട് ബിംബം പോലെ വരും. അങ്ങനെ ബൈബിൾ വായനയിലും നിർത്തിക്കളയും. കാര്യങ്ങൾ നടന്നു വരുമ്പോൾ ബൈബിൾ വായന പോവും. ദിവസം 3-4 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നവർക്ക് ആ 3 പ്രാവശ്യം പോയി, 2 പ്രാവശ്യവും പോയി, 1 പ്രാവശ്യവും പോയി. പിന്നെ പ്രാർത്ഥന വരിയില്ല. ബുധനാഴ്ച കൂട്ടായ്മയിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിക്കും. അതെന്താണ് കാരണം? ദൈവം എല്ലാം നൽകുമ്പോൾ, എല്ലാ കാര്യങ്ങളും സാധിച്ച് നിനക്ക് തരുമ്പോൾ, നിൻ്റെ കയ്യിൽ 10 പണം വന്നു ചേരുമ്പോൾ നിൻ്റെ സ്വഭാവം അങ്ങ് മാറും. ഈ ദൈവത്തിനറിയാം നീ എങ്ങനെ ഉള്ളവനാണെന്ന്. നിൻ്റെ സ്വഭാവമാറ്റം എങ്ങനെയാണെന്നുള്ളതറിയാം. അങ്ങനെയുള്ള നിനക്ക് ദൈവം നിന്നെ തള്ളിപ്പറയും. ദൈവം തരുന്നതിൻ്റെ പങ്ക് ദൈവത്തിന് നീ കൊടുക്കണം. ദൈവം തരുന്നതിൻ്റെ പങ്ക് ദൈവത്തിന് കാണിക്കയായി നീ കൊടുക്കണം. കൊടുക്കുന്നില്ല എങ്കിൽ അത് ദൈവത്തിന് വെറുപ്പുളവാക്കുന്നതാണ്. അത് നീ ദൈവത്തെ തള്ളിപ്പറയുന്നതാണ്. നീ യേശുവിനെ തള്ളിപ്പറയുന്നതാണ് ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതിരുന്നാൽ. രണ്ടാമത് ഇനിയും പറയപ്പെടുന്നു, സാക്ഷ്യമുള്ള ജീവിതം. സാക്ഷ്യമുള്ള ജീവിതം എന്താണ്? ആത്മാക്കളെ ശേഖരിച്ചു കൊണ്ടുവരണം. നിൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത കാര്യങ്ങൾക്ക് നീ സാക്ഷിയായി കാണപ്പെടണം. എനിക്ക് ദൈവം ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഞാൻ ഇടപാട് പോയതുകൊണ്ട് എനിക്ക് ഇന്ന കാര്യങ്ങൾ സാധിച്ചു, ഞാൻ വീടില്ലാതെ കിടന്നു എനിക്കൊരു വീട് കിട്ടി, തൊഴിലില്ലാതിരുന്നു എനിക്കൊരു തൊഴിൽ കിട്ടി, ഒരു വാഹനം ഇല്ലാതിരുന്നു എനിക്കൊരു ചെറിയ ബോട്ട് കിട്ടി, അല്ലെങ്കിൽ ഒരു വള്ളമെങ്കിലും കിട്ടി. ഒന്നുമില്ലാതിരുന്ന ഞാനാണ്, ഇടപാടിൽ പോയപ്പോൾ കിട്ടി. ലക്ഷങ്ങൾ ചിലവാക്കിയാലും തീരാത്ത രോഗങ്ങൾ ഉണ്ടായിരുന്നു. അതൊക്കെ ഇടപാടിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചു, കാര്യം നടന്നു. എങ്ങനെയാണെന്നറിയില്ല, എന്തു മന്ത്രമോ എന്തു മായമോ പറഞ്ഞ ഉടനെ കാര്യം അങ്ങ് തീർന്നു. ശരി, കളയാം എന്ന് കളയുന്നവരുണ്ട്. അവരോട് ദൈവം പകരം ചോദിക്കും. നിന്നെ വെറുതെ വിടുകില്ല. നിന്നെ രക്ഷിക്കുകയും നിനക്കായി എല്ലാം പ്രവർത്തിക്കുകയും ചെയ്ത ദൈവത്തെ നീ തള്ളി പറയുന്നു. അതാണ് യേശു പറയുന്നത്, നീ എന്നെ തള്ളി പറഞ്ഞാൽ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും നിന്നെ തള്ളി പറയും. എന്താണ് തള്ളി പറയുക? ഞാൻ രക്ഷിക്കപ്പെട്ടു, അഭിഷേകം സ്വീകരിച്ചു, കൃപകൾ വരങ്ങൾ എല്ലാം ഇവന് നൽകി, എല്ലാവിധത്തിലുള്ള ആവശ്യങ്ങളും നിറവേറ്റി കൊടുത്തു.
എല്ലാം നിറവേറി കിട്ടിയപ്പോൾ എന്നെ വിട്ട് ഓടിക്കളഞ്ഞു. അല്ലെങ്കിൽ പേരിനിപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്, പോയിക്കളഞ്ഞാൽ ഇനി കിട്ടേണ്ടതും കിട്ടാതെ പോയാലോ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ഞായറാഴ്ച പോയി കളയാം എന്ന് വരുന്നു എന്നുള്ളതൊക്കെ നിൻ്റെ കഥകൾ ദൈവത്തിനറിയാം. നീ വിചാരിക്കുന്ന ദൈവം ഒന്നും അറിയുന്നില്ല. എത്രയോ കോടി ജനത്തെയാണ് ദൈവം സൃഷ്ടിച്ചത് ഈ ലോകത്ത് സൃഷ്ടിച്ചതെല്ലാം ദൈവമാണ് മനുഷ്യരെ സൃഷ്ടിച്ചത്. എന്നാൽ ദൈവ വഴിയിൽ ദൈവത്തെ സ്വീകരിച്ച് കർത്താവായ യേശുവിൻ്റെ വഴിയിൽ സഞ്ചരിക്കുന്നവർ മാത്രമാണ് ദൈവത്തിൻ്റെ മക്കൾ. മറ്റുള്ളവർ സൃഷ്ടികളാണ്. ദൈവം സൃഷ്ടിച്ച സൃഷ്ടികളാണ്. ദൈവമക്കളായി മാറിയവർ ഇന്ന് ദൈവ സൃഷ്ടികളായി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണിത്. അതുകൊണ്ട് ദൈവത്തെ നീ നിഷേധിച്ചാൽ ദൈവം നിന്നെ തള്ളിക്കളയുമെന്നുള്ള കാര്യം നീ മറന്നു പോകരുത്. നിന്നെപ്പറ്റി പിതാവിനോട് പറയും, നന്ദിയില്ലാത്തവനാണ്, നന്ദിയില്ലാത്തവളാണ്, എന്തെല്ലാമോ കാര്യങ്ങൾ ഞാനിവർക്ക് ചെയ്തു, പക്ഷേ എന്നെ തള്ളിപ്പറഞ്ഞു. എന്താ തള്ളിപ്പറഞ്ഞത്? യേശു ചെയ്ത നന്മകളെ നീ വെളിയിൽ പറയാതിരിക്കുന്നിടത്തോളം കാലം നീ യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്നർത്ഥമാകുന്നു. എന്നെ നീ ഏറ്റുപറഞ്ഞാൽ ഞാനും നിന്നെ ഏറ്റുപറയും. ഇതെൻ്റെ മകനാണ്, എൻ്റെ മകളാണ്, എൻ്റെ കൽപ്പന പ്രകാരം ജീവിച്ചവരാണ്. ഞാൻ ചെയ്ത നന്മകൾ, ഉപകാരങ്ങൾക്ക് ഓരോ ദിവസവും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാണ്. ഞാൻ ചെയ്തത് മുഴുവൻ മറ്റുള്ളവരോട് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ എൻ്റെ സാക്ഷ്യമുള്ള മക്കളാണ് എന്ന് പിതാവായ ദൈവത്തിന് ഇവരെ കാണിച്ചു കൊടുക്കും. ഇതാണ് ദൈവത്തിൻ്റെ നീതി. 2 തിമോഥെയോ 2 അധ്യായം 11 വാക്യം. 2 തിമോഥെയോ 2:11 വായിക്കേ. ഈ ചൊല്ല് ശരിയാണ്, അവനോടുകൂടെ നാം മരിച്ചെങ്കിൽ അവനോടുകൂടെ നാം ജീവിക്കും. നാം അവനോടുകൂടെ മരിച്ചു. എപ്പോഴും മരിച്ചു ആർക്കറിയില്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. പാപങ്ങൾക്ക് നമ്മൾ മരിച്ചപ്പോൾ, യേശു നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചപ്പോൾ നമുക്ക് രക്ഷ കിട്ടി. അപ്പോൾ നാം പാപങ്ങൾക്ക് വേണ്ടി ഒരു പ്രാവശ്യം നേരത്തെ മരിച്ചു കഴിഞ്ഞു. മരിച്ചവരായ നമുക്കാണ് ഈ രക്ഷ കിട്ടിയത്. യേശുവിൻ്റെ കൂടെ നമുക്ക് മരണമടഞ്ഞു. അങ്ങനെ മരിച്ചെങ്കിൽ അവനോടുകൂടെ നാം ജീവിക്കും. 12 വാക്യം പറയുന്നു, നാം സഹിച്ചു നിൽക്കുമെങ്കിൽ. ലോകത്തിൽ വിശ്വാസികളായ എല്ലാവർക്കും, ദൈവമക്കൾക്ക് എല്ലാവർക്കും പരിശോധനകളുണ്ട്, അവർക്ക് പരീക്ഷണങ്ങളുണ്ട്. ആ പരീക്ഷണ വേളകളിലും പരിശോധന വേളകളിലും ദൈവത്തോടൊപ്പം നിൽക്കുകയും എല്ലാം സഹിച്ച് നിൽക്കുകയും ചെയ്തുകൊണ്ട് കാണപ്പെട്ടാൽ നാം ദൈവത്തോട് വാഴ്ച നടത്തും. അതേസമയം നാം അവനെ തള്ളിപ്പറഞ്ഞാൽ അവനും നമ്മെ തള്ളിപ്പറയും. എല്ലാ നേട്ടങ്ങളും സ്വീകരിച്ചതിന് ശേഷം യേശുവിനെ തള്ളിപ്പറഞ്ഞാൽ അവനും നിന്നെ തള്ളിപ്പറയും. എൻ്റെ കാര്യങ്ങൾ നടക്കുന്നത് വരെ യേശു വേണം. കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ യേശു വേണ്ട. നീ വെറുതെ കർത്താവിൻ്റെതായ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെടാമെന്ന് ആരും കരുതണ്ട. ദൈവത്തിൻ്റെ രക്തം, ശരീരത്തിലെ രക്തം ഒഴുക്കി, ആ രക്തം, പാവന രക്തം, അതിൻ്റെ പരിശുദ്ധിയായ ആ രക്തം കൊണ്ട് നിൻ്റെ പാപങ്ങൾ കഴുകി ദൈവത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന ആത്മാവെന്ന പരിശുദ്ധാത്മാവിനെ നിനക്ക് തന്നു, ഓമനിച്ചു നിന്നെ. അങ്ങനെയാണ് രക്ഷയും അഭിഷേകവും നിനക്ക് കിട്ടിയത്. ദൈവത്തിൻ്റെ രക്തം കൊണ്ട് കഴുകി ദൈവത്തിനുള്ളിൽ ഉണ്ടായിരുന്ന ആത്മാവിനെയും നിനക്ക് ദാനമായി നിൻ്റെ ഹൃദയത്തിൽ നിവേശിപ്പിച്ചു. എന്തു വലിയൊരു കാര്യം ഇത്! ഇത് മനസ്സിലാക്കാനുള്ള ബുദ്ധി തീരെയില്ല എങ്കിൽ നീ എങ്ങനെ രക്ഷപ്പെടും?
വരാനിരിക്കുന്ന ക്രോധത്തിൽ നിന്നും വരാനിരിക്കുന്ന ശിക്ഷയിൽ നിന്നും നീ എങ്ങനെ രക്ഷപ്പെടും? നീ എങ്ങനെ രക്ഷപ്പെട്ടു വരും? ദൈവത്തെ മറന്നാൽ നിനക്ക് രക്ഷയുണ്ടോ? യേശുവിനെ വിട്ടുകളഞ്ഞാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? യേശു ചെയ്ത എല്ലാ കാര്യങ്ങളും, നന്മയായ കാര്യങ്ങളും വളരെ നിസ്സാരമായി നീ മറന്നുപോയില്ലയോ? ഇതിന് തക്ക ശിക്ഷ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലെഴുതിക്കോ. അത് നടന്നേ പറ്റൂ. ഒരുത്തനും രക്ഷപ്പെടുകയില്ല. ഒരുത്തനും ഇതിൽ നിന്നും രക്ഷപ്പെടുകയില്ല. പറയുന്നത് ബൈബിളാണ്, ഞാനല്ല. ഞാൻ പറയുന്ന വാക്യങ്ങളൊക്കെ ബൈബിളിലുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കാം. ഇതുപോലെ ജേതാവ് ധവള വസ്ത്രങ്ങൾ അണിയും. ജയിക്കുന്നവൻ, കർത്താവിനാൽ ജയിക്കുന്നവൻ, കർത്താവിനെ തള്ളി പറയാത്തവൻ, ദൈവത്തോട് നന്ദിയുള്ളവൻ, തനിക്ക് കിട്ടിയ രക്ഷയിലും അഭിഷേകത്തിലും ഉറച്ചു നിൽക്കുന്നവൻ, എന്തൊക്കെ കഷ്ടപ്പാടുകൾ ഉണ്ടായാലും, എന്തൊക്കെ നിന്ദകൾ അപമാനങ്ങൾ ഉണ്ടായാലും യേശുവിൻ്റെ മുഖം നോക്കി, യേശുവിൻ്റെ കണ്ണുകൾ നോക്കി അത് സഹിക്കുവാനുള്ള മനക്കരുത്തുള്ളവൻ, അവൻ ജയിച്ചിരിക്കുന്നു. അവൻ വിജയിയാകുന്നു. ദൈവത്തിൻ്റെ മുമ്പിൽ അവൻ വിജയിച്ചിരിക്കുന്നു. അവൻ ധവള വസ്ത്രങ്ങൾ അണിയും. അവൻ ധവള വസ്ത്രങ്ങൾ അണിയും. എന്താണ് ധവള വസ്ത്രങ്ങൾ? വെൺവസ്ത്രങ്ങൾ. വെള്ളയായ വസ്ത്രങ്ങൾ അണിയുന്നത് ജയിച്ചവനാണ്, നിന്നെപ്പോലെ തോറ്റവരല്ല. യേശുവിൻ്റെ ചൊൽപ്പടി നടക്കുകയും യേശുവിനോട് നന്ദിയുള്ളവരും അവസാനം വരെ യേശുവിൽ ഉറച്ചു നിൽക്കുന്നവരും, കഷ്ടപ്പാടുകൾ എന്തൊക്കെ ഉണ്ടായാലും, എത്ര ആക്ഷേപങ്ങൾ ഉണ്ടായാലും, എനിക്ക് യേശു മതിയായവനെന്നുള്ള ചിന്തയിൽ ഉറച്ച് നിൽക്കുമ്പോൾ നീ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ ലോകത്തെ ഭരിക്കുന്ന പിശാചിനെ നീ ജയിച്ചിരിക്കുന്നു. അതുകൊണ്ട് നീ ധവള വസ്ത്രങ്ങൾ അണിയും, വെള്ള വസ്ത്രങ്ങൾ അണിയും. നല്ല വെള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് നീ നടക്കും. കാരണം നീ കർത്താവിൻ്റെ മകനാണ്, മകളാണ്. യേശുവിൻ്റെ വഴിക്ക് വന്നാൽ മാത്രം, യേശുവിൻ്റെ വഴിയിൽ സഞ്ചരിച്ചാൽ മാത്രം, ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ അനുകരിച്ചാൽ മാത്രം. ഇല്ല എങ്കിൽ നീ ഉടുത്തിരിക്കുന്ന ഈ ധവള വസ്ത്രത്തിന് അർത്ഥമില്ല, അർത്ഥമില്ല. വെൺവസ്ത്രത്തിന് അർത്ഥമില്ല. ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അയാളുടെ പേര് ഞാൻ മായിച്ചു കളയുകയില്ല. രക്ഷിക്കപ്പെട്ടപ്പോൾ തന്നെ ജീവന്റെ പുസ്തകത്തിൽ നിന്റെ പേരുകൾ എഴുതപ്പെട്ടു. ഇന്ന് അനേകരുടെ പേരുകൾ അവിടെ ഇല്ല. 104-5 പേരുടെ പേരുകൾ മാത്രമേ ഉള്ളൂ. നീ പറ്റിപ്പോയി. ദൈവം നിന്നെ തള്ളിക്കളഞ്ഞു. യേശു നിന്നെ തള്ളിക്കളഞ്ഞു. നിനക്ക് ഈ ലോകപ്രകാരമായ കാര്യങ്ങൾ മാത്രം സാധിച്ചാൽ മതി. സ്വർഗത്ത് പോകണമെന്നുള്ള ആഗ്രഹമില്ല. ആ ആഗ്രഹമില്ലാത്തത് കൊണ്ട് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് അയാളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഈ നല്ലവരായ എൻ്റെ മക്കളുടെ പേരുകൾ ഞാൻ മായിച്ചു കളയുകയില്ല എന്ന് ഇവിടെ യേശു പറയുന്നു. ജീവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് നിനക്ക് സ്വർഗത്തിൽ സ്ഥലമുണ്ടോ ഇല്ലയോ എന്ന്. നീ കർത്താവിനോടൊപ്പം ഇരിക്കും കാലം വരെ അവിടെ പേര് ഉണ്ടാകും. നീ എപ്പോഴാണോ യേശുവിനെ ധിക്കരിച്ചും കൊണ്ട് യേശുവിനെ തള്ളി പറയുന്നത്, എപ്പോഴാണോ നീ നന്ദികേട് കാണിക്കുന്നത്, അപ്പോൾ തന്നെ നിൻ്റെ പേര്
ജീവൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവ് വെട്ടിക്കളയും. എൻ്റെ പിതാവിൻ്റെയും അവൻ്റെ മാലാഖമാരുടെയും മുമ്പിൽ ഞാൻ അയാളുടെ പേര് ഏറ്റുപറയും. ഇന്നെന്ന മക്കളുടെ പേര് ഇപ്പോഴും മായാതെ എൻ്റെ പുസ്തകത്തിലുണ്ട്, അവരൊക്കെ ഇവരാണ് എന്ന് അന്ന് കാണിച്ചു കൊടുക്കും. യേശു ആർക്ക്? പിതാവിൻ്റെ അടുക്ക പിതാവിന് കാണിച്ചു കൊടുക്കും. ഇവരാണ് എൻ്റെ പൊന്നുമക്കൾ. അന്നുവരെ ഇന്നുവരെ കഷ്ടപ്പാടുകൾ, പ്രയാസങ്ങൾ, വേദനകൾ ഒക്കെ ഉണ്ടായിട്ടും യേശുവിൻ്റെ മുഖം അവർ മറന്നില്ല, യേശുവിനെ വിട്ടുകളഞ്ഞില്ല. യേശുവിനോടൊപ്പം തന്നെ അവസാനം ഉണ്ടായിരുന്ന ഈ മക്കളുടെ പേരുകൾ മായിച്ചു കളയാതെ കാണപ്പെടുന്ന പുസ്തകത്തിൽ കാണപ്പെടുന്ന പേരുകൾ ഉള്ളവരാണ് ഇവർ എന്ന് നിന്നെക്കുറിച്ച് യേശു ആ നാളിൽ, ആ ദൈവത്തിൻ്റെതായ തീർപ്പ് ദിവസത്തിൽ നിന്നെക്കുറിച്ച് പിതാവിനോട് പറഞ്ഞു കൊടുക്കും, നിന്നെ കാണിച്ചു കൊടുക്കും. മറ്റവരൊക്കെ പോകും. 105 പേര് കാണും, നീയൊക്കെ 105 പേര് കാണും. ഇതാണ് സത്യം. മനസ്സിലാക്കാൻ കഴിവുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനപ്പുറത്തൊന്നുമില്ല. വീണ്ടും 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ പിതാവിൻ്റെയും അവൻ്റെ മാലാഖമാരുടെയും മുമ്പിൽ ഞാൻ അയാളുടെ പേര് ഏറ്റുപറയും. 6-ാമത്തെ വാക്യം പറയുന്നു, സഭകളോട് ആത്മാവ് അരുൾ ചെയ്യുന്നത് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇത് സഭകളോട്, ദൈവമക്കൾ കൂടിയിരിക്കുന്ന സ്ഥലത്ത് പരിശുദ്ധാത്മാവാണ് ഇത് സംസാരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ഈ സ്വരം ചെവിയുള്ളവൻ കേൾക്കട്ടെ. അതെന്താ? എല്ലാവനും ചെവിയുണ്ടല്ലോ, എല്ലാവനും കേൾക്കുമല്ലോ? അങ്ങനെയല്ല. വിശ്വാസമുള്ളവൻ, ചെവിയുള്ളവൻ വിശ്വാസമുള്ളവനാണ്. വിശ്വാസമുള്ള എൻ്റെ മക്കൾ ഇത് കേൾക്കട്ടെ. വിശ്വാസമില്ലാത്തവൻ പുറത്തു പോകട്ടെ. ഇത്രത്തോളം അസന്നിഗ്ധമായി സംസാരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളാണ് പ്രിയപ്പെട്ടവർ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സംഭവ്യം, ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതിനപ്പുറത്തൊന്നുമില്ല. ഇതിൻ്റെ കരുത്തുകളാണ് വർഷങ്ങളായി ഇവിടെ സംസാരിക്കുന്നത്. ഈ പ്രസ്ഥാനമാണ് വർഷങ്ങളായി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ആര് വകവെച്ചു? ആർക്ക് വേണം? പ്രസംഗം ആർക്ക് വേണം? കാര്യം നടന്നാൽ മതിയല്ലോ, പണം കിട്ടിയാൽ മതിയല്ലോ, മീൻ കിട്ടിയാൽ മതിയല്ലോ, പിന്നെ നരകത്ത് വേണമെങ്കിലും ഒന്ന് ചെന്ന് കിടന്നു കളയാൻ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നവരുടെ ഗതി ഇത് തന്നെ ആയിരിക്കും. ചെവിയുള്ളവൻ ഇത് കേൾക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, ആശീർവദിക്കട്ടെ. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
கடைசி காலம், இது கிருபையின் காலம். வானத்தின் சத்துவங்கள் அசைப்பதால் சூரியன் சந்திரனும் இருண்டு போகும். வானத்தின் சத்துவங்கள் அசைப்பதால் சூரியன் சந்திரனும் இருண்டு போகும். வானத்தில் சம்பவங்கள் வெளிப்படுமே, மனிதர் அதிர்ச்சி அடைவார்கள். வானத்தில் சம்பவங்கள் வெளிப்படுமே, மனிதர் அதிர்ச்சி அடைவார்கள். கடைசி காலம், இது கடைசி காலம். கடைசி காலம், இது கிருபையின் காலம். கடைசி காலம், இது கடைசி காலம். கடைசி காலம், இது கிருபையின் காலம். இயேசுவின் இரத்தத்தால் மீட்கப்பட்டதால் தேவ ஜனமே விழித்திருங்கள். இயேசுவின் இரத்தத்தால் மீட்கப்பட்டதால் தேவ ஜனமே விழித்திருங்கள். எக்கால சத்தம் வானில் முழங்கிடுமே, பரிசுத்தர் எல்லாம் பறந்திடுமே. எக்கால சத்தம் வானில் முழங்கிடுமே, பரிசுத்தர் எல்லாம் பறந்திடுமே. கடைசி காலம், இது கடைசி காலம். கடைசி காலம், இது கிருபையின் காலம். கடைசி காலம், இது கடைசி காலம். கடைசி காலம், இது கிருபையின் காலம். அத்தி சூழல் விட்டது, வெயில் காலம் வந்தது. கர்த்தர் வரும் வேளை நெருங்கி விட்டது. அத்தி சூழல் விட்டது, வெயில் காலம் வந்தது. கர்த்தர் வரும் வேளை நெருங்கி விட்டது. கடைசி காலம், இது கடைசி காலம். கடைசி காலம், இது கிருபையின் காலம். கடைசி காலம், இது கடைசி காலம். கடைசி காலம், இது கிருபையின் காலம். ஹalleluya, 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 ஹalleluya. நம் ஆண்டவராகிய தேவனுக்கு நன்றி சொல்லுவோம். வேத புஸ்தகத்தில் 2 ராஜாக்கள் 2ஆம் அதிகாரம் முதல் வாசிக்கும் போது 2 ராஜாக்கள் 2ஆம் அதிகாரத்தில் 1 முதல் 10 வரை வாசிக்கும் போது ஆண்டவராகிய கடவுள் இஸ்ரவேல் மக்களை வஞ்சித்த, இஸ்ரவேல் மக்களுக்கு விரோதமாய் செயல்பட்ட போலி தீர்க்கதரிசிகள், கள்ள தீர்க்கதரிசிகள், இப்போ அது மலிவு. எங்கு பார்த்தாலும் ஜெபம். ஆண்டவர் ஏற்படுத்தினவர்கள் அல்ல. பொய்யாக சில வசனங்களை படித்துவிட்டு பாடல் பாடி ஸ்தோத்திரம் அல்லேலூயா என்று ஜெபித்தால் மட்டும் போதும், அது பிரேயர் ஆகும். பாவம் ஜனத்திற்கும் பொய் ஏது உண்மை ஏதென்று தெரியாது, அவர்களும் ஓடி செல்லுவார்கள். நம்முடைய மக்களினங்களே, அது கரையோ கடலோ மட்டுமல்ல, உலகெங்குமே போலி தீர்க்கதரிசிகளுக்கு இடம் கொடுத்து அவர்களை வளர்த்தி கொண்டிருக்கின்றார்கள். பொய்யர்கள், போலியானவர்கள், நம்ப முடியாதவர்கள். ஏன் இவ்வளவு துணிச்சலாக நான் பேசுகிறேன் என்றால், ஊழியர்களை ஆராய்வோம், ஊழியர்களை ஆராய்ச்சி செய்வோம். கடைசி காலம், மக்கள் ஏமாற்றப்படுகிறார்கள். பொய்யான தகவலை கொடுத்து ஏமாந்து போவார்கள். மேலே போகணும்,
ஆண்டவராம் ஆவியானவர் இவர்களில் குடிகொள்ளணும். இது ஒன்றுமில்லாமல் காணிக்கை மட்டும் கூறி மக்களை ஏமாற்றுவார்கள். இங்கே இஸ்ரவேல் மக்களுக்கு விரோதமாக போலி தீர்க்கதரிசிகள் எழுந்தார்கள். ஆண்டவராகிய கடவுள் எலியாவை அனுப்பினார். போலி தீர்க்கதரிசிகள் அனைவரையும் கொண்டு போட வேண்டும். அவர் எங்கிருந்து வந்தார் தெரியாது. எலியாஸ் எங்கிருந்து வந்தார் தெரியாது. ஆனால் அவர் ஆண்டவரால் அனுப்பப்பட்டவர், வல்லமையோடு செயல்பட்டவர். பல நூறுக்கணக்கான போலி தீர்க்கதரிசிகளை அவர் அழைத்து சென்று பாலைவனத்தில் வாளால் வெட்டி கொண்டு போட்டார். யார்? இந்த இறைவாக்கினராகிய எலியாஸ். மகா பரிசுத்தர், ஆண்டவரின் மகன். பல நூறுக்கணக்கான போலி தீர்க்கதரிசிகளை, மக்களை ஏமாற்றிய வஞ்சனையாளர்களை வாளால் வெட்டி துண்டு துண்டாக வாளுக்கு இரையாக்கினார். வேலை முடிந்தது. அவர் அவ்விடம் விட்டு ஓடி பாலைவனத்திற்கு வந்தார். அவரை கொல்ல வேண்டும் என்று அக்காலத்தில் ஆண்ட அரசரும் மனைவியும் அவரை தேடினார்கள். அவர் ஓடி பாலைவனம் வந்து மலையின் அடிவாரத்தில் ஒளிவில் இருந்தார். அப்படியே அவர் ஜெபித்து கொண்டிருந்தார். அவருக்குரிய உணவை தேவதூதர் வழங்கினார். இன்னும் அவருக்குரிய உணவை காகம் கொண்டு வந்து கொடுத்தது. அவர் வேதனையோடு இருக்கும்போது, அருமையானவர்களே, அவருக்கு துணையாயிருந்த எலிசேயு, வேலை முடிந்து விட்டது, எலியாசின் வேலை முடிந்து விட்டது, மேலே எடுத்து கொள்ளப்பட வேண்டும். இத்தனை நூறுக்கணக்கான மனிதர்களை, இறைவாக்கினர்களை கொண்டு போட்ட எலியாசுக்கு மேலிருந்து ரதம் வரும், பரலோகம் கொண்டு போக. ஹல்லேலூயா. அப்படி இருக்கும்போது 2:1 வாசி. ஆண்டவர் எலியாசை சூறாவளி காட்டால் விண்ணிற்கு எடுத்துக்கொள்ள விரைந்தபோது எலியாசும் எலிசேயுவும் கல்கலாவிலிருந்து வெளியே சென்று கொண்டிருந்தனர். ஹல்லேலூயா, ஹல்லேலூயா. எலியாசுக்கு என்ன நேருமோ அவரை சுற்றியே அவரோடு சேர்ந்து எலிசேயு நின்று கொண்டிருந்தார். இவரை விட்டு விலகவே கூடாது. இவர் எங்கிருந்தாலும் எலியாசோடு தான் நான் இருப்பேன் என்று உறுதி எடுத்துக்கொண்டார். ஆண்டவர் அந்த நாளிலேயே எலியாசை எடுத்து கொள்ளப்பட வேண்டும் என்று தீர்மானித்தார். அப்போது எலியாஸ் எலிசேவை நோக்கி கூறியதாவது, எலிசேவை நோக்கி எலியாஸ் கூறுகிறார், எலிசேவே, என்னை ஆண்டவர் பெத்தேலுக்கு போகும்படி அனுப்பி வைத்திருக்கிறார். ஆகவே நீ இங்கேயே ஏறி. அவர் என்னைத்தான் போக சொன்னார், நீ கூட வர தேவையில்லை, நீ இந்த இடத்திலேயே உட்காரு, நான் புறப்பட்டு போகிறேன். எலிசேயு என்ன சொன்னார்? அவரை நோக்கி, ஆண்டவர் மேலும் உயிரின் மேலும் ஆணை, நான் உம்மை விட்டு பிரிய மாட்டேன் என்று பகிர்ந்தார். நான் உம்மை விட்டு பிரிய முடியாது, நீ எங்கு போனாலும் நானும் வருவேன். எலியாசோடு எலிசேயு புறப்பட்டு பெத்தேல் சென்று சேர்ந்தார்கள். அங்கே சென்றபோது எலியாஸ் மீண்டும்
எலிசேவிடம் சொன்னார், நான் எரிக்கோவுக்கு போகிறேன், ஆண்டவர் என்னை அங்கே அனுப்பி வைத்திருக்கிறார், நீ இங்கேயே இரு, நான் போகணும், என்னை ஆண்டவர் அனுப்பி இருக்கிறார். அப்பொழுதும் அவர் சொன்னார், ஆண்டவர் மேலும் உம் உயிரின் மேலானை உம்மை விட்டு நான் பிரியவே மாட்டேன். ஹல்லேலூயா, ஹல்லேலூயா. திருப்பி ஆண்டவர் எலியாசை நோக்கி சொன்னார், நீ யோர்தானுக்கு புறப்பட்டு போ. அப்பொழுதும் எலியாஸ் எலிசேவோடு சொன்னார், என்னை ஆண்டவர் 3ஆம் முறையாக யோர்தானுக்கு புறப்பட்டு போ என்று கூறுகிறார். நான் போக வேண்டும், நீ இங்கேயே இரு. அவர் இல்லை, முடியாது, நான் உம்மை விட்டு விலக முடியாது, நான் உம்மை விட்டு பிரிந்து போக மாட்டேன், ஆண்டவர் மேலும் உம்மேலும் ஆணை, என்னை விட்டு நீர் போக முடியாது. இதனுடைய மறைபொருள் என்ன? எலியாஸ் தேவ வல்லமை பெற்றவர். ஹல்லேலூயா. அந்த வல்லமை எனக்கு 2 மடங்காக தேவை. நான் உம்மை விட்டு பிரிய மாட்டேன், நான் உம்மை விட்டு விலக மாட்டேன். 2ஆம் அதிகாரம் அதே 10வது வசனம், இல்லை அதுக்கு முந்தின வசனம் வாசி. அவர்கள் கரை அடைந்ததும் எலியாஸ் எலிசேவை நோக்கி, உன்னை விட்டு பிரியும் முன்னால் நான் உனக்கு என்ன செய்ய வேண்டுமென நீ நினைக்கிறாய்? சொல்லண்டு கேட்டார். நான் போக வேண்டும், என்னை தடுத்து நிறுத்தாது, என்னுடைய நேரம் வந்து விட்டது, நான் உனக்கு என்ன செய்ய வேண்டும்? நான் போகும் முன்னால் உனக்கு என்ன செய்ய வேண்டும்? மேலிருந்து ரதம் வரப்போகிறது, இவர் புறப்பட்டு விண்ணகம் செல்லப் போகிறார். அப்போது அவர் என்ன சொன்னார்? உமது ஆவி, உமது வல்லமையின் ஆவி 2 மடங்கு இரட்டிப்பான வல்லமை உமக்கு இருப்பதை விட 2 மடங்கு வல்லமை எனக்கு கிடைக்க வேண்டும். அப்பொழுது அவர் என்ன சொன்னார்? எலியாஸ் அவரை நோக்கி, நீ கேட்கும் காரியம் மிகவும் அரிதானது. பரிசுத்த ஆவியை பெற்றுக்கொள்வது என்பது விளையாட்டுக்குரிய காரியம் அல்ல. எதுவும் பணம் கொடுத்து வாங்க முடியும். ஆண்டவரின் ஜீவ வல்லமை, துடிக்கும் ஜீவனை யாராலும் காசு கொடுத்து வாங்க முடியாது. அது விண்ணகத்திற்கு மட்டும் உரியது, அது பரலோக ராஜ்யத்திற்கு மட்டும் உரியது. அங்கேதான் தந்தையோடு கூடிய ராஜ்யமாக சக்தியால் இயக்கப்படுகிற வல்லமை. அவர் என்ன சொன்னார்? நீ கேட்பது என்னவென்று உனக்கு தெரியாது, அது அரிதான காரியம். அடுத்து, எனினும் உன்னை விட்டு நான் பிரியும் போது என்னை நீ காண்பாயாக, நீ கேட்பதை அடைவாய். அப்படி பேசிக்கொண்டிருக்கும் போதே விண்ணகத்திலிருந்து ஆக்கினி ரதம் இறங்கி வந்தது. தீயினால் உண்டாக்கப்பட்ட குதிரைகளும் ரதத்தோடு வந்தது. எலியாசையும் எலிசேவையும் நடுவே இறங்கிய ரதமானது, தேரானது பிரித்து விட்டது. இவர் என் தலைவா என்று கத்தினார். ரதம் மேல் எழுந்து சென்றது. அவர் கண்ணால் கண்டதால் இரட்டிப்பான வல்லமையை
எலிசேயு பெற்றுக்கொண்டார். பாதுகாப்பற்ற சூழலில் தேவையில்லாத பேச்சினாலே, தப்பான எண்ணங்களாலே ஆண்டவரின் வல்லமையின் ஆவியை இழந்து போகாதீர்கள். நீங்கள் கரெக்டாக இருந்தால், நீங்கள் உண்மையாக இருந்தால், நீங்கள் தேவனோடு ஒன்றித்திருந்தால், நீங்கள் அவரோடு பேசி ஜெபித்தால் அவர் உங்களோடு பேசுவார். பலருக்கும் ஆண்டவரோடு பேசுவதற்கு பயம். ஆண்டவர் பேசினால் வேலைக்கு கூப்பிடுவாரோ, ஆண்டவர் பேசினால் இடப்பாடில் வா என்று சொல்லுவாரோ. நீங்கள் ஜெபிக்க வேண்டிய மக்கள், தேவனோடு ஒன்றித்து நில்லுங்கள். உங்கள் இல்லத்தில் ஆண்டவர் ஆவியானவர் தேவதூதர்களை நிறுத்தி இருக்கிறார். ஏன் தேவதூதர்கள் உங்கள் வாசல் படியில் நின்று கொண்டு இருக்கின்றார்கள்? நீங்கள் மேலே போக வேண்டிய மக்கள். அந்த சிந்தை கூட இல்லாதவர்கள் உண்டு, மேலே போகணும். காவல் தூதன் உனக்காக உன் இல்லத்தின் வாசல் படி அண்டே நின்று கொண்டு இருக்கிறார். இதெல்லாம் விளையாட்டுக்குரிய காரியங்கள் அல்ல. இடப்பாடு என்பது சொர்க்கராஜ்யத்தின் அடித்தளம், அடித்தட்டு, ஆண்டவராகிய கடவுளுடைய கால்மனை. அவர் நம்மோடு குடிகொண்டு இருக்கிறார். கோடி கோடி நன்றி சொல்லுங்கள் ஆண்டவர் செய்கிற பிரதான செயல்களுக்காக. அவருடைய பாதம் தொட்டு அவரை கும்பிட்டு ஆராதித்து தண்டனிட்டு வணங்குங்கள். நாம் பரலோகம் சென்றால் மட்டுமே கடவுளை காண முடியும். ஆனால் பூமியிலும் கடவுளுக்குரிய எல்லா நன்மைகளையும் பெற்றவர்கள் நீங்கள் எல்லோரும். ஹல்லேலூயா, ஹல்லேலூயா. எல்லோரும் முழங்கால் படியிடுவோம். Praise the Lord, glory to Lord. உன்னதத்தின் வல்லமை, வாக்களித்த வல்லமை, பெந்தெகோஸ்தே நாளில் அப்போஸ்தலர்களோடு இறங்கிய வல்லமையின் ஆவி, வல்லமை வல்லமை வல்லமை, தேவ வல்லமை 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 வல்லமை. ஆமென், அல்லேலூயா, ஆமென், அல்லேலூயா, ஆமென், அல்லேலூயா, ஆமென், அல்லேலூயா, ஆமென், அல்லேலூயா. எங்கும் தேடி கண்டடைய முடியாத வல்லமை ஆண்டவராம் ஆவியானவரால், ஆண்டவராம் ஆவியானவரால் வழி நடத்தப்படுகிற மக்கள் மேலே ஓட்டப்படுகிறது. ஓட்டுண்ட தைலம், அபிஷேக தைலம் ஓட்டப்படுகிறது, 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 ஓட்டப்படுகிறது. வல்லமை 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 வல்லமை. Praise the Lord, glory to Lord, glory to Father, hallelujah, 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 hallelujah. Amen, amen, amen ஆண்டவரே, ஆமென் ஆண்டவரே, ஆமென் ஆண்டவரே. வல்லமையின் கடலுக்குள்ளே உம்முடைய பிள்ளைகள், உம்முடைய பிள்ளைகள், உம்முடைய மக்கள் எல்லோரும் வல்லமையின் கடலில் மூங்கி எழுகின்றார்கள். அவர்கள் எல்லோரும் அபிஷேகம் மீண்டும் மீண்டும் பெற்றுக்கொள்கிறார்கள். Praise the Lord, glory to Lord, glory to Father. Amen, hallelujah, amen, hallelujah, amen, hallelujah, amen, hallelujah, amen, hallelujah, 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 hallelujah. நன்றியோடுமை துதிக்கிறோம் தகப்பனே. நீர் இந்த மக்களுக்காய் செய்த எண்ணிலடங்காத நன்மைகளுக்காக உமக்கு கோடி 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 நன்றி செலுத்துகிறோப்பா. நன்றி ஆண்டவரே. அளவிட முடியாத நன்மைகள் செய்த தேவனுக்கு கோடி கோடி நன்றி, கோடி கோடி நன்றி, கோடி கோடி நன்றி, கோடி நன்றி செலுத்துகிறோம்.
நன்றி ஆண்டவரே, மக்கு நன்றி ஆண்டவரே, நன்றி ஆண்டவரே, மக்கு நன்றியப்பா, மக்கு நன்றியப்பா, மக்கு நன்றியப்பா, மக்கு நன்றி ஆண்டவரே, மக்கு நன்றி நன்றி நன்றி. உடைய மக்களை ஆசீர்வதிப்பதற்காக நன்றி, அவர்களில் வல்லமை குடிகொள்வதற்காக நன்றி, அவர்களை எழுப்பி கட்டுவதற்காக நன்றி, மாற்றங்கள் ஏற்படுவதற்காக நன்றி. எல்லாம் வல்ல ஆண்டவராகிய இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம். ஜெபங்கேளும் நல்ல பிதாவே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே, என் முழுள்ளமே அவருடைய பரிசுநாமத்தை ஸ்தோத்திரே. என் ஆத்துமாவே கர்த்தரை ஸ்தோத்திரே, அவர் சகல நன்மையும் ஒருபோதும் மறவாதே. ஆமென் ஆமென். ஹல்லேலூயா ஹல்லேலூயா ஹல்லேலூயா. நன்றி தகப்பனே, மக்கு கோடி கோடி நன்றி அப்பா. நன்றி நன்றி நன்றி.